വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി 10 നാടൻ റോസിൻ്റെ കോംബോ ഓഫർ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് വരുന്ന ഓരോ റോസായിട്ട് നമുക്ക് പരിചയപ്പെട്ടാലോ. അപ്പോൾ അത് ഫസ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ കൊലകൊലായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഏത് റോസാണ്? കാശ്മീരി റോസ്. രണ്ടാമതായിട്ട് ഇതെല്ലാം അടിപൊളിയായിട്ട് ഫ്ലവറിങ് ആവുന്ന പിങ്കും വൈറ്റും കളറിൽ വരുന്ന തഞ്ചാവൂർ റോസ്. അടുത്തതായിട്ടുള്ളത് പീച്ച് ക്രീക്കറിയാണ്. നല്ല അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവും. ഇതെല്ലാം നാടൻ റോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പരിചരണം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ തരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ റെഡ് ബട്ടൺ റോസ് ആണ് കേട്ടോ. കൊലകുത്തി പൂക്കൾ ഉണ്ടാവുന്ന റെഡ് ബട്ടൺ റോസ് ആണ് അടുത്തതായിട്ടുള്ളത്. അതുപോലെ ദേ ബോണിക്ക 82 ആണ്. ദേ ഈ ഒരു പീച്ച് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ബോണിക്ക 82ൻ്റെ തൈകളാണ് കേട്ടോ. പിന്നെ നമ്മുടെ പേർഷ്യൻ വൈറ്റിലാണെന്നുണ്ടെങ്കിൽ കമ്മൽ റോസ് എന്നറിയപ്പെടുന്ന ഈ ഒരു വെള്ള സുന്ദരി റോസാണ്. നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണുക കേട്ടോ. പിന്നെ ഇതേ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കാശ്മീരി റോസാണ്. നല്ല മജന്ത ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവുക. നിറയെ പൂക്കളും ഉണ്ടാവും. പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലാത്ത ഒരു അടിപൊളി റോസ് വെറൈറ്റിയാണ്. അടുത്തതായിട്ട് തീക്കട്ടയുടെ നിറമുള്ള നമ്മുടെ കരിഷ്മ റോസാണ്. യെല്ലോയും ഓറഞ്ചും ഷെയ്ഡിൽ വരുന്ന കരിഷ്മ റോസാണ് കേട്ടോ. പിന്നെയുള്ളത് സ്ട്രൈപ്പ് വെറൈറ്റിയാണ്. പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ സ്ട്രൈപ്പ് വരുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. ബലൂൺ റെഡ് എന്ന് ഈ ഒരു റോസ് അറിയപ്പെടുന്നുണ്ട്. ഓൺ റൂട്ടഡ് ആണ്. അടുത്തതായിട്ട് നാടൻ മഞ്ഞ റോസാണ് കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡിൽ വരുന്ന മഞ്ഞ റോസാണ് നാടൻ മഞ്ഞ. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. യെല്ലോ ക്രീക്കറി എന്നും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഓറഞ്ച് മിനിയേച്ചറാണ്. നല്ല ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നൊരു പ്ലാന്റാണ് ഓറഞ്ച് മിനിയേച്ചർ എന്ന് പറയുന്നത്. നല്ലൊരു അടിപൊളി മിനിയേച്ചർ വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് ഷെയ്ഡിൽ അടിപൊളി ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണ്. പിന്നെ ഇത് വന്നിട്ട് നാടൻ ഓറഞ്ചിൻ്റെ പൂക്കൾ വലിപ്പമുള്ളതാണ് കേട്ടോ. പീച്ച് ഓറഞ്ച് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത്. കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്തൊരു വെറൈറ്റി കൂടെയാണ്. പിന്നെയുള്ളത് റെഡ് മിനിയേച്ചറാണ് കേട്ടോ. ഇതും സെയിം തന്നെയാണ്. നല്ലതുപോലെ പൂക്കളുണ്ടാവും. റെഡ് ക്രീക്കറി എന്ന് അറിയപ്പെടുന്ന ഒരു റോസ് വെറൈറ്റിയാണ്. നല്ല ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഇങ്ങനെ ചെടിയിൽ ഇങ്ങനെ ഇല കാണാൻ പറ്റാത്ത രീതിയിൽ പൂക്കളുണ്ടാവും. പിന്നെയുള്ളത് വൈറ്റ് സമ്മർ സ്നോ റോസാണ്. നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു റോസ് വെറൈറ്റി കൂടിയാണ് വൈറ്റ് സമ്മർ സ്നോ റോസ് കേട്ടോ. ലാസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ പിങ്ക് ബട്ടൺ റോസാണ്. ഇതും കൊലകുത്തി പൂക്കൾ ഉണ്ടാവുന്നൊരു ടൈപ്പ് തന്നെയാണ് പിങ്ക് ബട്ടൺ റോസ് എന്ന് പറയുന്നത്. നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവും. ഇലകൾക്കായാലും പൂക്കൾക്കായാലും പ്രത്യേക ഭംഗിയുള്ളൊരു റോസ് പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം 14 വെറൈറ്റീസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 10 വെറൈറ്റീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് വെച്ചിട്ടുള്ളൊരു കോംബോ ഓഫറാണ് കേട്ടോ ഇന്നത്തത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് 10 പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. 5 പ്ലാന്റ്സ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് വേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് പ്ലസ് കൊറിയർ ചാർജ് ആയിട്ട് മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യാം.